പോണ്ടിച്ചേരി എത്തി. ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. ആദ്യം നമ്മൾ ഫുഡ് കഴിക്കുന്നു, പിന്നെ നമ്മൾ സ്ഥലം കാണുന്നു. പോണ്ടിച്ചേരിയിലെ ബീച്ചിലാണ്. ഇവിടെ ഇപ്പോൾ ഒരുപാട് പേര് ടൂറായിട്ട് വന്നിട്ടുണ്ട്. കുറേ പേരെ പരിചയപ്പെട്ടു. അവരൊക്കെ ചെന്നൈയിൽ നിന്നൊക്കെ ടൂറായിട്ട് വന്നവരും പിന്നെ മലയാളികളും ഉണ്ട്. ചെറിയ ബീച്ചാണ്, പക്ഷേ ഈ ഉച്ച സമയത്ത് ഇവിടെ ഭയങ്കര ആളുകൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി സൺബാത്തൊക്കെ ചെയ്ത് ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ ബീച്ചിലൊക്കെ കണ്ടോ ഇങ്ങനെ ബെഞ്ച് സ്ഥാപിച്ചിട്ടുണ്ട്. ബീച്ചിലൊക്കെ ആൾക്കാർ വന്നിട്ട് പൊഴിയിലല്ലാണ്ട് ഇത് കണ്ടോ ഇങ്ങനെ ബെഞ്ചിലിരിക്കാം. എല്ലായിടത്തും ബെഞ്ചുണ്ട്. പിന്നെ ബീച്ചിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു കാർഗിൽ വാർ മെമ്മോറിയൽ കാണാം. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ നിർമ്മിതം തന്നെയാണ്. ഒരു റൈഫിലും അതിൻ്റെ മേലെ ഒരു സോൾജറിൻ്റെ ക്യാപ്പുമാണ് ആ ഒരു മെമ്മോറിയൽ വിത്ത് 4 പില്ലർ ചുറ്റും. ഈ ടൂറിസം ഡെസ്റ്റിനേഷനിൽ അല്ലെങ്കിൽ രാവിലെയും ഉച്ചക്കും വൈകിട്ടൊക്കെ ഒരേപോലെയാണല്ലോ. നമ്മൾ ബീച്ചിലൊക്കെ എല്ലാ വെയിലത്തും ഇറങ്ങുമെന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെയും. എല്ലാവരും ഫുൾ എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാ മരത്തിൻ്റെ അടിയും ഓക്യുപ്പൈഡ് ആട്ടോ. ഒരു മരത്തിൻ്റെ അടി പോലും നമുക്ക് തന്നെ ഇല്ല. ഇനി അറ്റം വരെ നടക്കാം കേട്ടോ. വേണമെങ്കിൽ അറ്റം വരെ ഒന്ന് ചെന്ന് നോക്കാം. ഇതേ കണ്ടോ ദൂരെ കാണുന്നില്ലേ, ഇതേ അവിടെ വരെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് ചെന്ന് നോക്കാം. കണ്ടോ ഒരു നല്ല മരത്തിൻ്റെ തണൽ കിട്ടി. അല്ലെങ്കിൽ ഈ വെയിലത്ത് നമുക്ക് നിന്നൂടാ, അത്ര വെയിലാണ്. നല്ല ഉച്ച സമയത്താണ് നമ്മൾ ഈ ബീച്ചിൽ കറങ്ങുന്നത്. പക്ഷെ നല്ല ഭംഗിയുള്ള ബീച്ച് കണ്ടോ, നല്ലൊരു ഭംഗിയുള്ള മരത്തിൻ്റെ താഴെ അവിടെ അജ്മൽ കരിക്ക് കഴിക്കുന്നത്. സൈക്കിൾ നിർത്തിയിട്ട സ്ഥലത്തേക്ക് പോവാം. സാപ്പിട സമയത്തിന് ആണ് ഇത് இந்த மாதிரி சாப்பிடக்கூடாது. டைமில் சாப்பாடு தான் சாப்பிடணும். இங்கே சாப்பாடு கிடையாது. நீங்கள் 1500 ரூபா ஒரு சாப்பாடு. ஏன் வீட்டில் தருவாங்க, வருவாங்க. இப்போ தான் 5 மணி தான் வருவாங்க. அது வரைக்கும் இதுதான் அதோட பெட்டர். பெட்டர் சுகருக்கு சாப்பிடக்கூடாது. ഇത് നമ്മൾ കഴിക്കൂല. ഇതെന്താ തോടോ, ഇതിനെന്താ പറയുക, ഉള്ളിലുള്ള തൊലി കയ്പുണ്ടല്ലോ. പക്ഷെ ഇവർ പറയുന്ന മലയാളികളൊക്കെ ഇത് കഴിക്കും, ഇത് നല്ലതാണ്, പല്ല് ചെവപ്പായിരിക്കും എന്ന് പറയുന്നത്. പക്ഷെ ആളുടെ പല്ല് കുറച്ച് ബ്രൗണാണ്. പിന്നെ ഈ മ്യൂസിയത്തിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ക്യാമറ ഒന്നും അകത്തേക്ക് അലൗ ചെയ്യില്ല. പക്ഷേ ഈ ബിൽഡിങ്സ് ഭയങ്കര ഓൾഡ് ബിൽഡിങ്സ് പുറത്തുനിന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം. പിന്നെ അതിൻ്റെ പുറത്ത് തന്നെ കുറച്ച് ചോള ഡൈനാസ്റ്റിയിൽ പെട്ട സ്കൾപ്ചേഴ്സ് അവർ ഡിസ്പ്ലേ പുറത്ത് തന്നെ കുറച്ചെണ്ണം വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. ലൈവ് സ്ട്രീമാ. ഇതാണ് നമ്മൾ പറഞ്ഞ വൈറ്റ് സ്ട്രീറ്റ്, വൈറ്റ് ടൗൺ എന്നൊക്കെ പറയും. ഈ കാണുന്ന ബിൽഡിങ്സ് ഒക്കെ ഫ്രഞ്ച് കാലഘട്ടത്തിലെ പണിത് വെച്ചിരിക്കുന്ന വില്ലാസാണ്. ഈ ഓരോ സ്ട്രീറ്റിലും ഓരോ കളേഴ്സ് ആട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ബ്ലൂയിഷ് ഗ്രേ ഒക്കെയാണ് കളറ്. ഈ എല്ലാ വീടുകളിലും ഇപ്പോഴും ആളുകൾ താമസിക്കുന്നുണ്ട്. അവരുടെ വീടുകൾ തന്നെയാണത്. അതിൻ്റെ പുറത്ത് നിന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുപ്പും ഫോട്ടോ എടുപ്പും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അകത്ത് ആൾക്കാരുണ്ട്.
പിന്നെ അവിടെ നിന്ന് ഒരു ഇത്തിരി മുന്നോട്ട് പോയി റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫ്രഞ്ച് കോൺസുലേറ്റിലേക്ക് എത്തും. ഇതാണ് ആ യെല്ലോ സ്ട്രീറ്റ്, യെല്ലോ കളർ ബിൽഡിംഗ്. പിന്നെ നേരെ വിനായകർ കോവിലിലേക്ക് എത്തി. അപ്പോൾ അവിടെ പുറത്ത് ഇങ്ങനെ കുറേ ഷോപ്പുകളൊക്കെ, അമ്പലത്തിലേക്കുള്ള സാധനങ്ങളും കരകൗശല സാധനങ്ങളും പർച്ചേസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം, ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ. അങ്ങനത്തെ കുറേ കടകളൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഭക്തർ ഇപ്പോഴേ അമ്പലം തുറക്കുന്നതിന് മുമ്പേ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ പേര് വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണാമായിരുന്നു. மசாலா போடலாங்களா? ஜல்ஜீரா மசாலா కొంచెం ഇതാണ് ജല മസാല. എന്തൊരു സുഖം. പോണ്ടിച്ചേരിയിൽ ഈ സ്ട്രീറ്റിൽ നടന്ന് ക്ഷീണിച്ച് അവശരായിട്ട് നല്ല ടേസ്റ്റുള്ള പൊറോട്ടയും കറിയാണ് കഴിക്കുന്നത്. ഇനി നമ്മളൊരു ചപ്പാത്തിയും കുറുമിയും പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ എത്തും. പറയാൻ പോലും വയ്യ, അത്രയും വിഷമം പോയി, തളർന്നു പോയി. നടന്നിട്ടല്ല, സൈക്കിൾ ഓടിച്ചിട്ട്. ഇങ്ങനെ നമ്മുടെ ചപ്പാത്തി വന്നു. ചപ്പാത്തി വെജ് കുറുമിയാണെന്ന് തോന്നുന്നു. ചൂടുണ്ട്. ഇത് വെജാ, ഇത് വെജ് കറിയാണ്, ഇത് ചിക്കനാ, ചിക്കൻ ഗ്രേവി. പക്ഷെ രണ്ടും കൊള്ളാം. ഫോറസ്റ്റ് ഒരു പ്രതീതി ഉള്ളോട്ട് വരുമ്പോൾ അവര് ക്രിയേറ്റ് ചെയ്ത് അഞ്ച് മണി വരെ നമുക്ക് പാസ് കിട്ടുള്ളൂ കേട്ടോ. 5 മണി കഴിഞ്ഞിട്ട് എക്സിറ്റ് നമുക്ക് കുറെ കാണാനുള്ളതുകൊണ്ട് ലെങ്തി ആയാലും കുഴപ്പമില്ല. പക്ഷെ 5 മണിക്കൂർ കയറണം, അതാണ് ടാർഗറ്റ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോറസ്റ്റ് അറ്റ്മോസ്ഫിയറേ അല്ല, ഇവിടെ കയറിയപ്പോൾ വേറൊരു ഫീലാണ് വെച്ചിരിക്കുന്നത്.
നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഈ ലോങ് ഡിസ്റ്റൻസിൽ അത് കാണാനൊരു ഭംഗി ഉണ്ടായിരുന്നു. നമുക്കതൊക്കെ എൻജോയ് ചെയ്ത് അവിടുത്തെ ലാൻഡ്സ്കേപ്പൊക്കെ എൻജോയ് ചെയ്തിരിക്കാൻ പറ്റി.